നിങ്ങളൊരു പുതിയ യൂട്യൂബറാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടോ. കാരണം ഒന്നുമല്ല, നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ ഒരു ചാനലിലാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളായിട്ട് ഞാൻ സംസാരിക്കുന്നത്. കാരണം നമ്മൾ തുടക്കത്തിലുണ്ടായിരുന്ന മിസ്റ്റർ ഫാബ്രിക്കേറ്റേഴ്സ് എന്നുള്ളൊരു നമ്മളൊരു മെയിൻ ചാനലുണ്ട്. അതിനുശേഷം നമ്മൾ ഈ രണ്ടാമത്തെ ചാനൽ തുടങ്ങുന്നത്. ഈ ഒരു ചാനൽ തുടങ്ങുന്ന സമയത്ത് യൂട്യൂബിനകത്ത് പല വ്ളോഗേഴ്സിൻ്റെയും ഒരുപാട് ടിപ്സുകൾ, അല്ലെങ്കിൽ പുതിയ യൂട്യൂബേഴ്സിൻ്റെ ടിപ്സുകൾ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ കാണാനിടയായി. ഇതിലൊക്കെ അവർ പറയുന്നത് ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഷോർട്സ് വൈറലാക്കാം, അല്ലെങ്കിൽ 24 ദിവസം കൊണ്ട് മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആക്കാം, അതല്ലെങ്കിൽ അതേപോലെ തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാം, നിങ്ങൾ ഇത് ചെയ്താൽ മതി അത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ പലപ്പോഴും നോക്കുന്ന സമയത്ത് പലതും എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളിടത്തൊരു സംശയങ്ങളുണ്ട്. കാരണം ഞാൻ രണ്ടാമത്തെ ഒരു ചാനലും കൂടെ ചെയ്യുന്ന ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് നമ്മളൊരു ചാനൽ തുടങ്ങുന്ന സമയത്ത് ഈ ആളുകൾ കാണണമെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ കൂടുതൽ ഇൻട്രാക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ മാക്സിമം ക്വാളിറ്റി ഉള്ള വീഡിയോകൾ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മളൊരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെയുള്ള ഷോർട്സുകളാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് നോക്കുക. എന്ന് വെച്ചാൽ മാക്സിമം ക്വാളിറ്റി ഉള്ളതും അതേപോലെ തന്നെ സൗണ്ട് ക്ലാരിറ്റി ഉള്ളത്, വീഡിയോ ക്വാളിറ്റി ഉള്ളത് മാത്രമായിട്ടുള്ള വീഡിയോകളാണ് നമ്മൾ പലപ്പോഴും മറ്റൊരാൾ വീഡിയോ കാണാം. അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരാൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ക്വാളിറ്റി നമ്മൾ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഏകദേശം ഒരു 3 മാസത്തെ ഒരു സമയം എടുക്കാം. 3 മാസം കൃത്യമായിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. കാരണം നമ്മൾ ഫസ്റ്റത്തെ ചാനൽ ചെയ്യണ സമയത്ത് ഏകദേശം 3 മാസം കംപ്ലീറ്റ് ആവുന്ന സമയമായപ്പോഴേക്ക് നമുക്ക് ഏകദേശം 2000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അതിനുശേഷമാണ് നമുക്ക് ഷോർട്സ് വൈറലാവുന്നതും ഷോർട്സ് 22 കോടി വരെ വ്യൂസ് വരുന്നതും. ഇപ്പോൾ നമുക്കൊരു 5 ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ ആ ചാനൽ ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് കാണിക്കാം, 5 ലക്ഷത്തിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിനുശേഷമാണ് മലയാളത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു ചാനലിൽ വന്നിട്ട് ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതേപോലെ തന്നെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോക്കകത്തുള്ള വോയിസിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ള ഒരു മൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഈ കാണുന്ന ഒരു മൈക്ക് നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതിന് ഡിജിടെക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു വോയിസ് തന്നെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വോയിസ് പോലും ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഞാനൊരു കടപ്പുറത്താണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു തിരമാലിൻ്റെയൊക്കെ സൗണ്ടുകൾ നിങ്ങൾക്ക് ഇതിലൊരു വീഡിയോ തന്നെ കേൾക്കുന്നുണ്ടാവും. എങ്കിലും നമുക്ക് ഏകദേശം ഒരു ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മാക്സിമം എന്താ പറയുക, ആ ഒരു പ്രൈസിന് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അടുത്തൊരു വീഡിയോക്കകത്ത് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ ഡിജിടെക് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടേഴ്സിന്, പറഞ്ഞത് മാക്സിമം പെർഫെക്റ്റ് എന്നല്ല, തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മൈക്ക് തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് 2 മൈക്ക് വരുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ യൂട്യൂബേഴ്സ് പുതിയ ആൾക്കാർ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ, അപ്പം ഞാനിത് പറയാനുള്ളൊരു കാരണം, പല ടിപ്സൊക്കെ ചെയ്യുന്ന വീഡിയോസിൻ്റെ അകത്ത് പോയിട്ട് പല ആളുകളും കമൻറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ താഴെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം, തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഒരു ഇതൊക്കെ ഇതിൽ കാണുന്ന സമയത്ത്, കാരണം മറ്റുള്ളവരെ സപ്പോർട്ട് കൊണ്ട് പല ആൾക്കാരും പല കണ്ടൻറ്റുകൾ ചെയ്യണവരായിരിക്കും. അപ്പോൾ അവർ വന്നിട്ട് അവർ അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇത്രയും കാലമായിട്ട് ഒരു പുതിയൊരു ചാനൽ മോണിറ്റൈസേഷൻ ആവായിട്ടോ അല്ലെങ്കിൽ ഒരു പുതിയൊരു തലത്തേക്ക് എത്താഞ്ഞിട്ടോ ആണ് അവരൊരു വിഷമത്തിലാണ് അവരതങ്ങനെ പറയണത്. അപ്പോൾ അത് കണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അതിനും പുറമെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ റെഗുലറായിട്ട് ചെയ്യുക. ഓരോ ദിവസവും കറക്റ്റ് സമയത്ത്, ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 മണി 5 മണിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് 100%. കാരണം ഞാൻ ചെയ്ത് വിജയിച്ചൊരു കാര്യത്തിൽ നിന്ന് ഇതാണ് പറയുന്നത്. അതല്ലാതെ വേറെ ടിപ്സ് കൊടുക്കുന്ന വീഡിയോ യൂട്യൂബേഴ്സിനെ കുറിച്ചൊന്നും പറയാനോ അല്ലെങ്കിൽ അവരെ തെരുവ് പറയാനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഒന്നുമല്ല. അത് അവർ ചെയ്യട്ടെ, അത്യാവശ്യം നല്ല കാര്യങ്ങൾ അവർ പറയുന്നതുകൊണ്ട് നമുക്ക് അതും നോക്കിയിട്ട് എടുക്കാം. പക്ഷേ ഈ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് പുതിയൊരു സബ്ജക്റ്റായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.